ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധിയിൽ ലോകം നട്ടം തിരിയുമ്പോൾ ഒട്ടും കൂസലില്ലാതെ മുന്നോട്ടു പോകുകയാണ് ചൈന. ഊർജ്ജരംഗത്ത് സ്വയം പര്യാപ്ത എന്ന ലക്ഷ്യത്തോടെ 2 പതിറ്റാണ്ടായി നടത്തുന്ന ബദൽ ശ്രമങ്ങളാണ് ചൈനയ്ക്കിപ്പോൾ ഗുണകരമായത്. തങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജത്തിന്റെ 15% മാത്രമാണ് ഇപ്പോൾ ചൈന ഇറക്കുമതി ചെയ്യുന്നതെന്നാണ് കണക്കുകൾ. ഇന്ധന ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, രാജ്യാന്തര ഊർജ്ജ മേഖലയിലെ മാറ്റങ്ങളുടെ പ്രത്യാഘാതം കുറയ്ക്കുക എന്നിവയായിരുന്നു ഈ സമഗ്ര പദ്ധതിയുടെ ലക്ഷ്യം. കാറ്റ്, സൌരോർജ്ജം, ജലവൈദ്യുതി എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കാര്യക്ഷമമാക്കുകയായിരുന്നു ആദ്യപടി. ഒപ്പം കടലിലും കരയിലുമുള്ള എണ്ണപ്പാടങ്ങളിൽ കൂടുതൽ ആഴത്തിൽ ഖനനം നടത്തി. കൂടുതൽ എണ്ണ വിതരണത്തിനായി വിവിധ രാജ്യങ്ങളുമായി കരാറുകളിൽ ഏർപ്പെട്ടു. ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള എണ്ണ പ്രതിസന്ധിയിൽ ചൈന ഉലയാതെ നിൽക്കുന്നത് ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്നാണ് US ചാനലായ CNN റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പ്രത്യേക താൽപര്യത്തിലാണ് ഊർജ്ജ സ്വയം പര്യാപ്തയാക്കി 2 പതിറ്റാണ്ടായി വൻകിട നീക്കങ്ങൾ നടന്നത്. മുൻഗാമികൾ എണ്ണ വാതക സ്രോതസ്സുകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ പുറം ലോകത്തെ ആശ്രയിക്കുന്നത് പൂർണ്ണമായും കുറയ്ക്കാനായിരുന്നു ഷീ ജിൻപിങ്ങിന്റെ ശ്രമം. ഏറ്റവും മോശം സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആസൂത്രണങ്ങളും തന്ത്രങ്ങളും പിന്തുടരണം എന്നതാണ് ഷീ ജിൻപിങ്ങിന്റെ നയം. ഇതാണിപ്പോൾ ഫലം കണ്ടതെന്ന് CNN വിശകലനം വ്യക്തമാക്കുന്നു. മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ധനക്ഷാമത്തെ തുടർന്ന് നെട്ടോട്ടമോടുമ്പോൾ ചൈന സ്വന്തം ഊർജ്ജ സമ്പത്ത് കൊണ്ട് ഇതിനെ നേരിടുകയാണ്. ചൈനയുടെ വ്യവസായ മേഖലയുടെ ഭൂരിഭാഗവും ആഭ്യന്തര ഊർജ്ജം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇവിടെ ഏറെയും. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നീ ലക്ഷ്യങ്ങളിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോകുന്ന സമയത്താണ് ചൈനയുടെ ഈ നേട്ടം. ഊർജ്ജത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ 2 രാജ്യങ്ങൾ പിന്തുടരുന്ന പരസ്പരം വിരുദ്ധമായ മാതൃകകളാണ് ഇത് കാണിക്കുന്നതെന്ന് CNN വ്യക്തമാക്കുന്നു.